ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. ഇത് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, അത് സ്ക്രീനിൽ കാണിക്കാം. അപ്പോൾ ആ കമൻറ്റിന് പ്രകാരമുള്ള ഒരു റിപ്ലൈ ആണ്. അത് ഒരുപാട് പേർക്ക് സഹായമാണെന്ന് വിചാരിച്ചിട്ടാണ് അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഒപ്പം നല്ലൊരു കുഞ്ഞ് ലൈക്ക് കൊണ്ടു തരാം കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ നമ്മളത് തുണിയിലല്ല കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ഇതിനകത്ത് പേപ്പർ വെച്ചാൽ കാണിച്ചു തരാം. നമ്മളിപ്പോൾ സാധാരണ രീതിയിൽ ഇപ്പോൾ വരുന്നത് ഓക്കെ. അപ്പോൾ നമ്മളിത് പേപ്പറൊക്കെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ഇതുകൊണ്ടാണ് നമ്മളിത് കട്ട് ചെയ്യുന്നത് കേട്ടോ ഫ്രണ്ട്സ്. ഓക്കെ, ഇത് നമ്മൾ പാൻസിൻ്റെ താഴ്ഭാഗമാണ്, ഇത് സീറ്റ് ഭാഗമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം ഒരു ലെഗിൻ്റെ മാത്രമാണ് ഇതിൽ കാണിക്കുന്നത് കേട്ടോ ഫ്രണ്ട്സ്. ഓക്കെ, അപ്പോൾ നമ്മളിത് സാധാരണ രീതിയിൽ നമ്മളിത് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് റോങ് സൈഡാണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഇത് നമ്മൾ ഇതിനകത്തേക്ക് ഇതേപോലെ കാൽഭാഗം നമ്മൾ തുമ്പ് ഭാഗം നമ്മൾ ഇതേപോലെ ഒന്ന് മടക്കി വെച്ചിട്ടുണ്ടായിരിക്കും. എത്ര ഇതിപ്പോൾ 1.5 ഇഞ്ച് മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആയിരിക്കാം. ജസ്റ്റ് ഒന്ന് തയ്ക്കാം. തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് തയ്ച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിത് ചെയ്യണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതേപോലെ ഉൾസൈഡിൽ നിന്ന് ഇത് ഉൾവശത്തേക്ക് വെച്ചു. ഇനി ഈ ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാണല്ലോ ചെയ്യണത്. ഈ ഒരു സൈഡും കൂടി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്യണില്ല, നമ്മൾ ഈ ഒരു ഭാഗത്തെ കാര്യം പറയുന്നത്. ഈ സൈഡിലും പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യും കേട്ടോ. അതാണ് നമ്മൾ തയ്ച്ച് മറിച്ച് തരുന്നത്. ഈ സൈഡിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യും. ഇത് ഭാഗം സീറ്റിൻ്റെ ഭാഗം, നമ്മൾ അരവണ്ണത്തിൻ്റെ ഭാഗം, ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യും. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യും. ഈ ഭാഗമൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യും. ഓക്കെ, ഇതൊക്കെ സ്റ്റിച്ച് ചെയ്ത് ശേഷം തയ്ച്ച് മറിച്ചിടുക ചെയ്യണത്. അപ്പോൾ നമുക്കിതാ പാൻസിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് ഇതാ ഈ ഭാഗത്തേക്ക് ഉൾസൈഡിലേക്ക് നമുക്ക് പോയത് ഇത്രയും ഭാഗം നമ്മൾ അരഭാഗത്ത് അലാസ്റ്റിക് വെച്ച് തയ്ച്ചിട്ടുണ്ട്, ആ ഭാഗം. അപ്പോൾ നമുക്ക് ഇവിടം തൊട്ട് ഇവിടം വരെയാണ് എന്ത് വരുന്നത്, പാൻസിൻ്റെ ലെങ്ത്ത് വരുന്നത്, ഫുൾ ലെങ്ത്ത് വരുന്നത്. അപ്പോൾ ഈ പാൻസിന് നമ്മൾ ഇറക്കം കൂട്ടണമെന്ന് വിചാരിക്കുക. അപ്പോൾ ആദ്യം തന്നെ ഈ ഭാഗത്തു നിന്നുള്ള കുറച്ച് ഇത്രയും തോളത്തോളം പോർഷന് നമ്മൾ എന്ത് ചെയ്യണം, ഈ സൈഡ് നമ്മൾ ജോയിൻ ചെയ്തത് നമ്മൾ അഴിച്ചിടണം, സൈഡ് സ്റ്റിച്ച് അഴിച്ചിടണം. അതിന് ശേഷം നമ്മൾ ഈ ഭാഗത്ത് സ്റ്റിച്ചും കൂടി അഴിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സ്റ്റിച്ച് നമ്മൾ അഴിക്കട്ടെ കേട്ടോ. ഈ സ്റ്റിച്ച് നമ്മളിപ്പോൾ സൈഡ് അടിച്ചിട്ടില്ലാത്തത് കൊണ്ട് നമുക്ക് അവിടെ അഴിക്കേണ്ട. നിങ്ങൾക്ക് തയ്ച്ച ഡ്രസ്സിൻ്റെ ആണെങ്കിൽ അത് നമുക്ക് ഈ സൈഡ് ഇത്രത്തോളം ദൂരം നമുക്ക് അഴിക്കേണ്ടി വരും. അതിന് ശേഷം നമുക്ക് ഈ ഒരു ഭാഗം അഴിക്കേണ്ടത്. അപ്പോൾ നമ്മളിത് അഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് അഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നല്ല വശം കേട്ടോ ഫ്രണ്ട്സ്, ഇതാണ് നല്ല വശം. അപ്പോൾ നമ്മളിത് ഈ സ്റ്റിച്ച് അഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും കിട്ടിയത് ഇറക്കം എന്ന് പറയുന്നത് ഇതാ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഇറക്കമാണ് നമുക്ക് ശരിക്ക് കിട്ടിയത്. ഓക്കെ, ഇത് നമ്മൾ തയ്ച്ചു, ഇങ്ങനെ വെച്ചു. അപ്പോൾ നമുക്ക് ശരിക്കും കിട്ടിയിരിക്കണ ഇറക്കം ഈ ഒരു ഇറക്കമാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ശേഷം നോക്കിക്കോളൂ, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഈ ഒരു ഇറക്കം നമുക്ക് എക്സ്ട്രാ നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റും. ഇതിനകത്ത് 1/4 ഇഞ്ച് നമുക്ക് എന്ത് വേണം, സ്റ്റിച്ച് ചെയ്യാൻ എടുക്കണ്ട. ഇത് ശേഷം ഈ കാണുന്ന ഇത്രയും ദൂരം നമുക്ക് എക്സ്ട്രാ നമുക്ക് ഇത് ലെങ്ത്ത് കൂട്ടിയെടുക്കാൻ പറ്റും. ആ രീതിക്ക് ചെയ്യാനായിട്ട് നമ്മൾ എക്സ്ട്രാ ഒരു ക്ലോത്ത് എടുത്തു, വേറെ ക്ലോത്ത് എടുത്തു. ഓക്കെ, നമ്മളിത് എക്സ്ട്രാ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഒന്നുകിൽ
ഇത്ര വീതി തന്നെ എടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ ഇത്രയും വീതി എടുക്കാം. ഓക്കെ, അതിനുശേഷം എന്താ ഇതിവിടെ വെച്ചിട്ട് ഇങ്ങനെ ആണ് കേട്ടോ. ഇത് നല്ല വശമാണ്, നമുക്ക് പാൻറ്റിൻ്റെ ഇറക്കം കിട്ടിയത് നമ്മൾ ഇവിടെ ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ നല്ല വശമാണ്. ഇതാണ് നല്ല വശം. അപ്പോൾ ഈ നല്ല വശത്ത് വെച്ചിട്ടാണ് നമ്മൾ എക്സ്ട്രാ ക്ലോത്ത് വയ്ക്കുന്നത്. ഇതിൻ്റെയും നല്ല വശത്ത് വെച്ചേക്കുന്നത്, ഉൾസൈഡ് പൊട്ടവശം വെച്ചിരിക്കുന്നത്. ഇത്രയും ഭാഗത്തിൽ ഇതാ ഈ ഇവിടെ വെച്ചിട്ട് നമ്മൾ 1/4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ നമ്മളിത് 1/4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്ന ശേഷം നമ്മളിതാ ഇതിങ്ങനെ വെച്ചു. ഇങ്ങനെ വെച്ച ശേഷം ഇതിൻ്റെ മുകളിൽ ഒരു പ്രാവശ്യം കൂടി അടിക്കുക. ഇതേപോലെ ഒരു പ്രാവശ്യം കൂടി അടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം എന്താ കണ്ടോ, ഇങ്ങനെ മടക്കിയ ശേഷം ഇതാ ഓക്കെ. അപ്പോൾ നമ്മൾ ഇങ്ങനെ മടക്കി. അപ്പോൾ നമുക്ക് എന്താ വ്യത്യാസം വന്നതെന്ന് മനസ്സിലായില്ലേ ഫ്രണ്ട്സ്? അപ്പോൾ നോക്കിയേ, നമ്മൾ ഇത്ര ദൂരം നമ്മൾ ഇതേ മെറ്റീരിയലിൽ ഇത്രയായിരുന്നു നമ്മുടെ പാൻസിൻ്റെ ഫസ്റ്റത്തെ ഇറക്കം. ഈ ഇറക്കം നമുക്ക് എക്സ്ട്രാ കൂട്ടാനായിട്ട് ഇതേ ഇത്ര ദൂരം കൂടി നമുക്ക് സെയിം പാൻസിൻ്റെ സെയിം മെറ്റീരിയലിൽ നിന്ന് ഇറക്കം കൂട്ടാൻ പറ്റിയിട്ടുണ്ട്. അതിനായിട്ട് നമ്മൾ എക്സ്ട്രാ ഒരു ക്ലോത്ത് വെച്ചിട്ടാണ് തയ്ച്ച് മറിച്ച് ഉൾസൈഡിലേക്ക് വെച്ചത്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സൈഡിൽ എന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഈ ഒരു സൈഡ് സ്റ്റിച്ച് ബാലൻസ് ഇവിടെ തൊട്ട് നിങ്ങൾ ഇവിടം വരെ നമ്മൾ അഴിച്ചിട്ടുണ്ടാവുമല്ലോ, ഈ അഴിച്ചുകൊണ്ട് തൊട്ട് ഇവിടം വരെ ഒന്ന് ക്ലോസ് ചെയ്യാം. കുറച്ച് മുകളിലേക്കും കൂടി അഴിച്ചതിൻ്റെ കുറച്ച് മുകളിലേക്ക് കൂടി കെട്ടിട്ട് നിർത്താം. അപ്പോൾ നമുക്ക് എന്തോരം കിട്ടും, നമുക്ക് എത്രത്തോളം ആയിരുന്നു നമുക്ക് പാൻസ് ഉണ്ടായിരുന്നത് അതിനേക്കാട്ടിലും ഇത്ര പാൻസ് ഉണ്ടായിരുന്നത് ഇപ്പോൾ എത്രയും ഒരു 1.5 ഇഞ്ചാണ് ഇവിടേക്ക് മടക്കി വെച്ചതെന്ന് വെച്ചാൽ 1.5 + 1.5 ഈ 1.5 ഒരു 1/4 ഇഞ്ച് ഇവിടെ സ്റ്റിച്ചിങ്ങിൻ്റെ സീം അലവൻസ് ആയിട്ട് പോകും. ബാക്കിയുള്ളത് മൊത്തം 3 ഇഞ്ചിൽ ഒരു 1/4 ഇഞ്ച് കുറഞ്ഞ് ബാക്കിയുള്ളത് മൊത്തം നമുക്ക് ഇറക്കമായിട്ട് നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റും പാൻസിന്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഈ ഒരു കമൻറ്റ് പ്രകാരം നമ്മൾ ഈ വീഡിയോ ഇട്ടത്. അപ്പോൾ ഇങ്ങനത്തെ ഡൗട്ട്സ് ഉള്ള വ്യക്തികൾക്ക് ഇങ്ങനെ ഇറക്കം കൂട്ടാൻ എന്തെങ്കിലുമൊക്കെ സ്വല്പം ഹൈറ്റ് വയ്ക്കുന്ന കുട്ടികളൊക്കെ ഉള്ളവർക്ക് ഇറക്കം കൂട്ടണം പാൻസിന്, ജീൻസിന്, അതുപോലെ ഇടുന്ന യൂണിഫോം പാൻസിന്, അതുപോലെ തന്നെ പാവാടയ്ക്ക്. ഇപ്പോൾ യൂണിഫോം പാവാടയ്ക്കും നമ്മൾ ഈ പറഞ്ഞ ഇതേ മെത്തേഡ് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് പിനഫോർ തയ്ച്ചിട്ടുണ്ടെങ്കിൽ പിനഫോറിന് അതേപോലെ യൂണിഫോമിൽ പിനഫോർ വരുന്നില്ലേ, അതിനും നിങ്ങൾക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാം. അതിനൊക്കെ ഈ 1.5 ഇഞ്ച് ഒന്നല്ല എടുക്കുക, താഴ്ഭാഗത്ത് അതിനേക്കാളും കൂടുതൽ എടുക്കും. അതുപോലെ ബോക്സ് ഫ്ലീറ്റ് യൂണിഫോമുകൾ, ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ യൂണിഫോംസൊക്കെയും വരുന്നത് ബോക്സ് ഫ്ലീറ്റ് വരുന്നത്. അപ്പോൾ അതിൻ്റെയും ഇറക്കം കൂട്ടാനും നിങ്ങൾക്ക് ഈ ഒരു ടിപ്പന് യൂസ് ചെയ്യാം. പിന്നെ ആൺകുട്ടികളുടെ ജെൻസ് പാൻസുകളൊക്കെയും ഇതുപോലെ റെഡിമെയ്ഡ് പാൻസൊക്കെ നമ്മൾക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്ന വീഡിയോ ഇഷ്ടമായി ഒരു ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, സീ യു.